ഒരു പുതിയ സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകരാഷ്ട്രങ്ങളല്ല ഇത്ര സമ്പന്നമാകുന്നതിന് പ്രധാന കാരണം അടിസ്ഥാനപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ പരിണിത ഫലമാണ് ഈ ലോകത്തുള്ള സമ്പന്നതയ്ക്ക് കാരണമെന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമ്മൾ അമേരിക്കയിലെ മറ്റിതര രാജ്യങ്ങളിലെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ യൂണിവേഴ്സിറ്റികളും ഒക്കെ പണിതുയർത്തിയത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അടിമകളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അടിമകളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് ഒരു കൂലി പോലും കൊടുക്കാതെ ഒരു നേരമോ രണ്ടു നേരമോ ഭക്ഷണം മാത്രം കൊടുത്ത് അടിമകളെ കൊണ്ട് മനോഹരമായ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ പണിയിപ്പിച്ചതായിട്ടാണ് ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവർ സമ്പന്നരായി മാറിയതായി ഉള്ള ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രമെന്നുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപ്പെട്ട ജനവിഭാഗത്തിന് ഒരു പുരോഗതി ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി ഉണ്ടാകൂ എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് നമ്മുടെ ഇടയിൽ കൂലിപ്പണിക്കാരായി കഴിയുന്ന ആൾക്കാർക്ക് ഇന്നും അവർ കൂലിപ്പണിക്കാർ തന്നെയാണ്. അവർക്ക് യാതൊരു വിധമായ വികസനങ്ങളും ഉണ്ടാകുന്നില്ല. അവർക്കൊരു വികസനം ഉണ്ടാകണമെങ്കിൽ വാസ്തവത്തിൽ അവരെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും നടന്നെങ്കിലേ പറ്റുകയുള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരായിരിക്കുന്ന അല്ലെങ്കിൽ പണ്ടുകാലത്ത് അടിമകളായിരിക്കുന്നവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച് മനോഹരമായ കെട്ടിടങ്ങൾ പണിയിപ്പിക്കുകയും മനോഹരമായ യൂണിവേഴ്സിറ്റികളൊക്കെ പണിയിപ്പിക്കുകയും ചെയ്ത അടിമകളെ കൊണ്ടാണ്. അവരുടേതായ അധ്വാനത്തിൻ്റെ ഫലമൊന്നും അന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു നേരത്തെയോ അരനേരത്തെയോ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കാം അന്നവർ അതേ കഷ്ടപ്പാടുകൾ പെട്ടത്. കഷ്ടപ്പാടിലൂടെ കടന്നു പോയിട്ട് അവർക്കൊരു പുരോഗതിയും അന്നുണ്ടായിട്ടില്ല. നമ്മൾ ഓരോ പ്രസിഡന്റുമാരെ, ഓരോ നേതാക്കന്മാരെ, ഓരോ സാഹിത്യകാരന്മാരെയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ചരിത്രം തന്നെ അതാണ് പറയുന്നത്. ലോകത്തിലെ സമ്പന്ന വിഭാഗം മറ്റുള്ളവരെ കൊണ്ട് അവരുടേതായ എനർജികളെ ചൂഷണം ചെയ്താണ് സമ്പന്നതയിലേക്ക് എത്തിയതെന്നുള്ളതാണ് ലോക ചരിത്രം കാണുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഇന്ന് നമ്മുടെ ലോകത്തിലെ ജനങ്ങൾക്കൊരു സമ്പന്നത ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപ്പെട്ട പണിയിലേർപ്പെട്ടിരിക്കുന്ന റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും മറ്റ് ഇതര പ്രസ്ഥാനങ്ങളുടെയൊക്കെ പണിയിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കൂടി പ്രസ്ഥാനങ്ങളായി കഴിയുമ്പോൾ, വലിയ വലിയ വികസനങ്ങളായി കഴിയുമ്പോൾ, മാളികളായി കഴിയുമ്പോൾ, വലിയ മാളുകളായി കഴിയുമ്പോൾ, വലിയ വലിയ പ്രസ്ഥാനങ്ങളായി കഴിയുമ്പോൾ അതിലൂടെ വൻപൻ വരുമാനങ്ങളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നത്. ആ വമ്പൻ വരുമാനങ്ങളൊക്കെ ഡെഡ് മണിയായിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതിൻ്റെ ഒരംശമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംശമോ ഈ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ട ആൾക്കാർക്ക് കൊടുത്ത് അവരെ കൂടി സമ്പന്നരാ